അല്ല, തീർച്ചയായിട്ടും അത് ഫോറസ്റ്റിൻ്റെ. ഞാനിപ്പം KFDC എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണുള്ളത്. KFDC കുറേ ടൂറിസം നടത്തുന്നുണ്ട്. ഫോറസ്റ്റിൽ തന്നെ ഈ ഇക്കോ ടൂറിസവും എന്ന് പറഞ്ഞ ഫോറസ്റ്റും ടൂറിസവും കൂടെ ചേർന്ന് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നുള്ള ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്. അത് തെന്മലയൊക്കെയാണ് നടത്തുന്നത്. ഇത് ഫോറസ്റ്റുകാരുടെ കുറേ IBകളുണ്ട്. ഇതല്ല, ഫോറസ്റ്റിൻ്റെ കുറേ അസറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പലരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടി ഇപ്പോൾ KFDCയുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ആരംഭിച്ച് അത് ഫോറസ്റ്റിൻ്റെ ഈ ഉദ്യോഗസ്ഥരുടെ IBs ഒഴിച്ച് ബാക്കി എല്ലാ പ്രോപ്പർട്ടിയും KFDCയുടെ മാത്രമല്ല ബാക്കി ഫോറസ്റ്റിൻ്റെ അടക്കമുള്ള ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നതും KFDC ആയിരിക്കും. ബുക്കിംഗ് എടുക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ആയിട്ട് അത് മാറുകയും അങ്ങനെ ഒരു പ്ലാൻ തന്നെയാണ്. പൊതുജനങ്ങൾക്ക് നമുക്ക് ഓരോന്നിനും ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നമുക്ക് തുറന്നു കൊടുക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വനത്തിനകത്തേക്ക് പെർമിസിബിൾ ഏരിയയിലേക്ക് പോലും നമുക്ക് വളരെ റെസ്ട്രിക്റ്റഡ് നമ്പറിന് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്ന. അത് പക്ഷേ കുറച്ച് ആളെടുക്കുമോ നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി. അല്ല, ഞാൻ പറഞ്ഞിട്ടെ, ആറന്മുള യാഥാർത്ഥ്യമാകുന്നുള്ളതല്ല. നമ്മുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ ഭൂമി ഉരുണ്ടിരിക്കുന്നെന്ന് കണ്ടുപിടിച്ച ആളെ കൊന്ന ചരിത്രമുണ്ട്. അതേ മനോഭാവമാണ് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഈ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്നത്. ഇതിൻ്റെ കാര്യം നോക്ക്. VS ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടമായി 2011 ഇതിൻ്റെ പോസ്റ്റർ ഇറക്കിയിട്ട് 2011-16 കഴിഞ്ഞപ്പോൾ നിലപാട് മാറി, പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പുതിയ പ്രപ്പോസൽ വന്നതായിട്ട് അറിയില്ല. അത് ഗുണകരമാണെങ്കിൽ അതെടുക്കും, ദോഷകരമാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവേ പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല. ഇല്ലെങ്കിൽ ഞാൻ മന്ത്രിസഭ ഇരിക്കുമോ? ഇല്ലെങ്കിൽ ലീഗിനെന്നും മദ്യത്തെക്കുറിച്ച് ലീഗിൻ്റെ ആയിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഞങ്ങളൊരു പൊതുവിനിമയം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ലീഗ് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ മാറ്റും. നിങ്ങൾ ഇനി എത്ര വേണോ ചോദിച്ചാലും ലീഗിൻ്റെ നിലപാട് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. പിന്നെ എന്താ ഇല്ലേ പ്രശ്നം, എന്താ മനസ്സിലാകുന്നില്ല, ചോദ്യം എന്താ? നമുക്കിപ്പോൾ വീര്യം കൂടിയത് വേണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഞാൻ ചോദിച്ചേ, നിങ്ങളെ ചെറുപ്പക്കാരെ ഏത് വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയട്ടെ. അല്ല, ഞാൻ ചോദിച്ചത് അതാണ്. അതിന് മറുപടി പറ, അതനുസരിച്ച് നമുക്ക് അറിയണ്ടേ. ഞാൻ അതിന് ആദ്യം പറഞ്ഞല്ലോ, RSPയുടെ ഒരു നയങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പിന്നെ RSP മന്ത്രിസഭയിലുണ്ടാകും ഇല്ലല്ലോ. അതിൽ നിന്ന് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. പിന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾ പറയും എന്താ, അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമി ഉരുണ്ടിരുന്നെന്ന് പറഞ്ഞതിന് കൊന്ന ചരിത്രമുള്ളതാണ്. ഇത് എന്തിനു വേണ്ടി? ഇവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇനിയും ഒരു തുള്ളി കയറണമെങ്കിൽ വായിക്കകത്ത് വിരലിട്ട് ശബ്ദിച്ച് കളഞ്ഞാലേ ഇനി അകത്തോട്ട് കയറത്തുള്ളൂ. ആ അവസ്ഥയിൽ ആ കള്ളിൻ്റെ കൺസംഷൻ നിൽക്കുന്നത്. അന്നേരം അവിടെ അല്പം വീര്യം കുറഞ്ഞത് പോയോണ്ട് എന്തെങ്കിലും ദോഷമാണോ ഗുണമാണോ? എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് വീര്യം കൂടിയതിന് പകരം കുറഞ്ഞ അല്ലയോ തൂഫാന് ഗുണകരമായിട്ടുള്ളത്? എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞ പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഏറ്റവും കൂടി നിൽക്കുന്നത് മലയാളിയുടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു തുള്ളി അകത്തോട്ട് പോകാനുള്ള കപ്പാസിറ്റി അവിടെ ഇല്ല. എന്നാൽ കുറച്ച് പുറത്ത് കളഞ്ഞിട്ട് വീര്യം കുറവുള്ള അങ്ങോട്ട് കയറുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ പേഴ്സണലി ഞാൻ അതിനോട് യോജിക്കുന്നതാണ്. അല്ല, ഞാൻ പറയട്ടെ,
അപ്പോൾ 21-ാം തീയതി കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇതിനകത്ത് എന്താ കോംപ്ലിക്കേറ്റഡ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്, വനാതിർത്തി പങ്കിടുന്ന ഒരു അയൽക്കാരനുണ്ടല്ലോ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആണല്ലോ ഇത്. അവരിവിടെ സഹകരിച്ചാൽ അത്രയും നല്ലത്. അതിനകത്ത് എന്താ കോംപ്ലിക്കേഷൻ? പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ട് നമുക്ക് അതിനൊരു ഇതൊരു ആശയമാണ്, ഇത് തയ്യാറാക്കിയിട്ട് അവിടുത്തെ പുല്ലും പോച്ചയും അവരുടെ അസറ്റ് മെയിൻ്റനൻസ് അവരൂടെ ചെയ്താൽ ഇത് പ്രായോഗിക തലത്തിലേക്ക് വരും. നമുക്ക് ഈ ശല്യം കുറയ്ക്കണമെന്നല്ലയോ വേണ്ടത്? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലല്ല, അതിപ്പം ഒരു മോഡലുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ പിന്നെ വനാവകാശ നിയമം വന്നതിന് ശേഷം അതിനകത്ത് ഇന്ന കാര്യങ്ങൾ അത് ആദിവാസികൾക്ക് ട്രൈബ്സിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് നമുക്ക് ഈ ട്രൈബ്സിൻ്റെ ലൈവ്ലിഹുഡ് എങ്ങനെ മെച്ചപ്പെടുത്താൻ ഒക്കും എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അത് ഇപ്പം തന്നെ ആലോചന നടക്കുന്നുണ്ട്. വനവിഭവങ്ങൾ അവർ ശേഖരിക്കുന്നത് അവരെ കൊണ്ട് തന്നെ അതിന് വാല്യൂ അഡീഷൻ എങ്ങനെ ചെയ്യിച്ച് അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് സ്വാഭാവികമായിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിക്കേണ്ടതാണ്. പ്യുവർലി ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒരു നിയമത്തിൻ്റെ പ്രൊവിഷൻ ഇല്ല. നമ്മളിപ്പോൾ നിലമ്പൂർ 2019 പ്രളയത്തിൽ കുറച്ചുപേര് പുഴയുടെ സൈഡിൽ താമസിച്ചുകൊണ്ടിരുന്നവരുടെ അതെല്ലാം ഒളിച്ചുപോയി. അവിടെ താമസിപ്പിക്കാനൊക്കാത്ത അവസ്ഥയാണ്. അവിടെ തന്നെ മാറ്റി താമസിപ്പിക്കാൻ അന്ന് പോലും നോക്കിയിട്ട് പറ്റുന്നില്ല, നിയമമില്ലാത്ത വിഷയം. കഴിഞ്ഞ ദിവസം കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തി. അതിന് ചില രീതിയിൽ അത് ചെയ്യാം. നമ്മളിപ്പോൾ നിയമ ഭേദഗതിയാണ് ആവശ്യപ്പെടുന്നത്. വനത്തിനകത്ത് തന്നെ സ്വാപ്പിംഗ്, ഒരു ലാൻഡ് സ്വാപ്പ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറ്റുന്നത്, അതിന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ചില രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടാണ്. എന്തായാലും നമുക്ക് അതിന് പരിഹാരം കാണാൻ തൃശ്ശൂരും ഇത് തന്നെ ഉണ്ട്. 8-9 സ്ഥലത്ത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെ അതിനുള്ള കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ തുടർച്ച എന്നുള്ള നിലയിൽ അതുമായി മുന്നോട്ട് പോകും. ശ്രീ കശുവണ്ടി വികസനത്തിന് ഒരു പുതിയ രൂപത്തിലേക്ക് മാറാൻ പരിഷ്കരിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുമോ? കശുവണ്ടി വ്യവസായം മൊത്തത്തിലുള്ളത് സ്വകാര്യ മേഖല ഇന്ന് വല്ലാതെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിവൈവൽ പാക്കേജാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നത് അതും തന്നെ വലിയ നഷ്ടമാണ്. നമുക്ക് ഈ ഓവർഹെഡ്സ് കൂടുതലായതുകൊണ്ട് നഷ്ടമാണ്. നമ്മൾ പ്രൊഡക്ഷൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. അത് മോഡൽ എംപ്ലോയേഴ്സ് എന്നുള്ള നിലയിൽ. അന്നേരം ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഒരു PSU, വേറൊരു സൊസൈറ്റി കാപ്പെക്സ്. ഇതിൽ രണ്ടിനും ഉണ്ട് ഒരു MD, ഡയറക്ടർ ബോർഡ്, കുറേ ഉദ്യോഗസ്ഥർ, മാർക്കറ്റിങ്ങും മറ്റേ ഇതും പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പുറത്ത് കാപ്പെക്സിനും ഉണ്ട്. 30 ഫാക്ടറി കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒരേ കാര്യം ചെയ്യുന്നു, കാപ്പെക്സ് 10 ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ടോപ്പ് മാനേജ്മെൻ്റ് എങ്കിലും ഒന്നായി കഴിഞ്ഞാൽ ഓവർഹെഡ്സ് എങ്ങനെ കുറയ്ക്കാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അല്ലേ, നമ്മൾ ഈ വനവൽക്കരണത്തിൻ്റെ ഒരു ഭാഗത്തിൽ കശുമാവിനെ കൂടി ഉൾപ്പെടുത്തി അത് ഈ അണ്ടി കിട്ടാനുള്ള ഒരു മാർഗം എന്തെങ്കിലും അല്ല, അത് വളരെ ഇതാണ്. ഞാനിത് ചാർജ് എടുത്തപ്പോഴാണ് കാഷ്യൂ സ്പെഷ്യൽ ഓഫീസ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്. അവർക്കെല്ലാം കുറച്ച് ഒരു 7 കോടി രൂപ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുക അന്നുപോലെ ഈ കശു തൈ വിതരണം ചെയ്യാൻ. ഈ ഓരോ വർഷം 7 കോടി രൂപയുടെ തൈ വിതരണം ചെയ്ത് എല്ലാം കൂടെ ആണെങ്കിൽ ഇപ്പം കേരളത്തിൽ എന്തായിരുന്നേനെ വരേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ 1 കിലോ അണ്ടി തിരിച്ചിതുവരെ കിട്ടിയായിട്ട് എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രൊക്യൂർമെൻ്റ് ഇല്ല. ലോക്കൽ പ്രൊക്യൂർമെൻ്റ് ഇല്ലെന്നുള്ളതുകൊണ്ട് തന്നെ 1 കിലോ ഇതുവരെ അതിൽ നിന്ന് തിരിച്ച് കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞൊരു വകുപ്പ് ആരംഭിച്ചത്. സോഷ്യൽ ഫോറസ്ട്രി 80കളിൽ ആരംഭിച്ചത് എന്തിനാന്ന് നിങ്ങൾ ചെറുപ്പക്കാരോടെ കേൾക്ക്. സോഷ്യൽ ഫോറസ്ട്രി എന്നൊരു വകുപ്പ് ആരംഭിച്ച് സോഷ്യൽ ഫോറസ്ട്രി എന്തിനാണ് ആരംഭിച്ചതെന്ന് ചരിത്രം പരിശോധിച്ചപ്പോൾ ആൾക്കാർക്ക് വിറകിനാവശ്യമുള്ള വിറകായി കൊടുക്കാൻ വേണ്ടിയുള്ള മരം നട്ട് വളർത്താനും പിന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക്, രണ്ടാമതാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ. ഇന്നേ വരെ ഒരു കഷ്ണം പോലും ആൾക്കാരുടെ വിറകിന് വേണ്ടി ഇത് കൊടുത്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അതുകൊണ്ട് ഓരോ വർഷവും 5-6 കോടി രൂപയുടെ തൈ വെച്ച് വിതരണം ചെയ്യുകയാണ്.
ഇപ്പം ഇത് വന്നപ്പോൾ ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കിയിട്ട് അതും KFDCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ സോഷ്യൽ ഫോറസ്ട്രിയും കാഷ്യൂ സ്പെഷ്യൽ ഓഫീസും എല്ലാം ഹൈ ക്വാളിറ്റി കേരളത്തിന് അനുയോജ്യമായുള്ള ഹൈ ഈൽഡിങ് തൈ ഉണ്ടായിട്ട് അത് നമുക്കൊരു പ്ലാന്റേഷനായി തന്നെ നമുക്ക് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്ലാന്റേഷനായി നമ്മൾ തന്നെ നട്ടു വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം KFDCക്കായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് കളക്ഷനുള്ളത്. എൻ്റെ മനസ്സിലൊരാശയവും ഞാൻ മുന്നോട്ട് വെക്കുന്ന നിയമപരമല്ല, ഇപ്പോൾ വോളണ്ടറി ആയി ചോദിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് എന്താണേലും കുറേ പൊല്യൂഷൻ ഉണ്ടല്ലോ, പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് കൂടെ കൈ ഓർക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിന് അവരൂടെ കൈ ഓർത്ത് കഴിഞ്ഞാൽ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് പഞ്ചായത്തുകളും എല്ലാം ചെയ്ത് നമ്മളത് നട്ടു വളർത്തുന്ന പ്രക്രിയ എടുക്കുക. അതിൻ്റെ ഒരു കോസ്റ്റ് അവരൂടെ ബെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-5 വർഷം കഴിയുമ്പോഴത്തേക്കിന് കുറേശ്ശെ നമ്മുടെ വ്യവസായത്തിന് കശുവണ്ടി കിട്ടുന്നതിലേക്ക് എത്തിക്കാനൊക്കെ എന്നുള്ളതാണ്.